അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ ആവശ്യം പ്രധാനമന്ത്രി അംഗീകരിച്ചിട്ടുണ്ടോ? എന്താണ് മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിന്റെ വിവരങ്ങൾ? പ്രവിധ എന്തായാലും കേന്ദ്ര സർക്കാർ ഈ കോൺഗ്രസിന്റെ ഒരു ആവശ്യത്തെ എന്തായാലും ഇപ്പോൾ അനുഭവപൂർവ്വമല്ല പരിഗണിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മുൻ പ്രധാനമന്ത്രിമാരുടെ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിക്ക് ഇത്തരമൊരു അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നു. രാഷ്ട്രീയ സ്മൃതി സ്ഥലമായിരുന്നു 2013 അനുവദിച്ചത്. പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രോട്ടോകോളിൽ വരുന്ന നേതാക്കൾക്ക് രാഷ്ട്രീയ സ്മൃതി സ്ഥലമാണ് പ്രത്യേകമായി അനുവദിച്ചത്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ക്യാബിനറ്റ് കൂടി നാളെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ സ്മൃതി സ്ഥലത്ത് തന്നെയാണ് നടത്തുക. എന്നാൽ മൻമോഹൻ സിംഗിന് പ്രത്യേക ഇടം അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും രാജ്നാഥ് സിംഗുമായി സംസാരിച്ചു. പക്ഷേ ഇതുവരെ കേന്ദ്ര സർക്കാർ ഇതിലൊരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, ശക്തിസ്ഥൽ വീർഭൂമി പോലെ പ്രത്യേക ഇടം മൻമോഹൻ സിംഗിന് വേണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ 2013 UPA ഭരിച്ച UPA സർക്കാർ തന്നെയാണ് സ്ഥലപരിമിതി കണക്കിലെടുത്ത് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്നൊരു പ്രത്യേക ഇടം ഇത്തരം നേതാക്കൾക്കെല്ലാം തന്നെ മാറ്റിവെച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കീഴ്വഴക്കം മാറ്റാൻ എന്തായാലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തയ്യാറാകില്ല. നമുക്കറിയാം, മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്കുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് രാഷ്ട്രീയ സ്മൃതിസ്ഥലാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ആ ഒരു നിലപാടിൽ തന്നെ തുടരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി അറിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നിതിൻ അംബുജനാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്.